മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് പല നടികളും രംഗത്ത് വരാറുണ്ട്. അതിലൊന്നാമത് വന്നാണ് നമ്മുടെ ഉർവശിനെ പറ്റി പറയുന്നുണ്ട്, മഞ്ജു വാര്യരെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ പല നടികളെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ കേരള ജനതയുടെ മനസ്സിൽ, അതുപോലെ തന്നെ പൈസ വാരി കോടികൾ സമ്പാദിച്ച പ്രൊഡ്യൂസർമാരുടെ കണക്കിൽ, അതുപോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ആകെയുള്ള ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഷക്കീലയാണ്. ഷക്കീല പടമാണ് 200 ദിവസം 100 ദിവസമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഓടുന്നത്. എന്തിന്? മോഹൻലാലിൻ്റെ നരസിംഹ സിനിമ വരെ ഷക്കീലയുടെ പടത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയി എന്നുള്ളതാണ്. അത്ര കളക്ഷനാണ് ഷക്കീലയുടെ പടത്തിന് കിട്ടിയോടുന്നത്. അപ്പോൾ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഷക്കീലയാണ്. ഷക്കീല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷക്കീലയുടെ പടങ്ങളൊക്കെ കുളിർക്കാറ്റ് എന്ന പടത്തിലാണ് ആദ്യമായിട്ട് നായികയായിട്ട് വന്നത്. അപ്പോൾ ആ കുളിർക്കാറ്റിലെ ശരിക്കും നായകൻ ബാബുരാജ. അന്ന് ബാബുരാജിന് വല്ല പേരൊന്നുമില്ല. അങ്ങനെ ആ പടത്തിലാണ്. അതിലിത്ര തടിയൊന്നുമില്ല, കാണാൻ നല്ല സുന്ദരിയാണ്. അത്ര രസകരമായിട്ടാണ് ആ പടത്തിൽ ഉള്ളത്. ആ പടം നന്നായി സൂപ്പർ ഹിറ്റായിട്ട് ഓടി. അതിലിപ്പോൾ ഷക്കീലയ്ക്കുള്ള റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലും ബെഡ്റൂമിലും മാത്രമാണ് സീനുകൾ ഉണ്ടായിരുന്നത്. അത് ഒരു കൊടുങ്കാറ്റായി, കുളിർക്കാറ്റ് പോയൊരു കൊടുങ്കാറ്റായിട്ട് സിനിമാ ലോകം പിടിച്ചടക്കിയ ഒരു സിനിമയാണ്. അത് കഴിഞ്ഞ് 1996 അവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചിട്ട് ഷക്കീല ഒരു 10-200 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ പടങ്ങളൊക്കെ തമിഴ്നാട്ടിലും തെലുങ്കിലും അതുപോലെ തന്നെ കേരളത്തിലും സൂപ്പർ മെഗാ ഹിറ്റുകളാണ്. അത് കഴിഞ്ഞപ്പോൾ സെൻസർ ബോർഡ് കത്ര വയ്ക്കാൻ തുടങ്ങി. ആ കത്ര വയ്ക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് പിന്നെ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടായി. അപ്പോൾ തമിഴിൽ പോയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കും, അത് കൊണ്ടുവന്ന് മലയാളത്തിൽ കളിക്കും. അങ്ങനെ കളിച്ചു തുടങ്ങി. പിന്നെ തമിഴിലും സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടായി. എന്നിട്ട് പിന്നെ ഡൽഹിയിൽ നിന്ന് പോയി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തുടങ്ങി. അവിടെ നിന്നപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഷക്കീലേനെ ഒരു പടങ്ങളൊക്കെ വെട്ടി ആകെ തകിട് പൊടിയാക്കി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഷക്കീല യുഗം അവസാനിക്കുന്ന. അങ്ങനെയാണ്. അതിലെ കിന്നാരത്തുമ്പികൾ 100 ദിവസം കളിച്ചു, ഭാഗ്യ സിനിമയായ രാക്കിളികൾ, അതുപോലെ തങ്കത്തോണി, കാതര, മഞ്ഞുകാല പക്ഷികൾ, അങ്ങനെ ഈ പറഞ്ഞ പോലെ വേഴാമ്പൽ, അതുപോലെ തന്നെ ചോട്ടാ ബോംബെയിൽ മോഹൻലാലിൻ്റെ കൂടെ, അതുപോലെ തന്നെ എണ്ണത്തോണി, ലയം, ഡ്രൈവിംഗ് സ്കൂള്, മോഹനവലയം, ഇങ്ങനെ ഒരു പിടി സിനിമകളിൽ അഭിനയിച്ച് ഇപ്പം ഷക്കീല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്ത്രീയാണ്. നല്ല സ്വഭാവത്തിനുടമയാണ് ഷക്കീല. ഇങ്ങനെയൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ട് ഒരു നല്ല സ്ത്രീയല്ല എന്ന് പറയാൻ പാടില്ല. അതിനൊരു പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിൽ മക്കയിൽ പോയി ഉമ്മറ ചെയ്ത് നല്ലൊരു സ്ത്രീയായിട്ട് ബിഗ് ബോസിൽ വന്നു. അവിടുന്ന് കിട്ടിയ കാശും കൊണ്ട് മക്കയിൽ പോയി. വലിയ സമ്പാദ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഷക്കീല.